നമ്മുടെ ഫോണിൽ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ അതിപ്പോ പുതിയ ഫോണിലൊക്കെ ആയതുകൊണ്ട് 4K വരെ റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആയിരിക്കും. നമുക്കിത് ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ദൂരെയുള്ള ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു വീഡിയോ ഒക്കെ അവന്റെ വാട്സപ്പിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പക്ഷെ വാട്സപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ഫോണിൽ എടുത്ത ആ വീഡിയോ അതിന്റെ റെസൊല്യൂഷൻ എല്ലാം കുറഞ്ഞ് വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് അത് സെൻഡ് ആകുക. അപ്പൊ നമുക്ക് ചെറിയ വീഡിയോ ആയാലും വലിയ വീഡിയോ ആയാലും അതിന്റെ ക്വാളിറ്റി ലെവലേഷൻ നഷ്ടപ്പെടാണ്ട് മറ്റൊരു ഫോണിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാന് സെൻഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഗൂഗിൾ ഡ്രൈവ്. എങ്ങനെയാ ഗൂഗിൾ ഡ്രൈവ് കൂടെ സെൻഡ് ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണോ അത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവരുടെ ഫോണിലും ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും, ആ ഫോണിൽ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് എടുത്ത് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുന്നേരം ഒരുപാട് ആൾക്കാർ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ അയച്ചു കൊടുക്കുന്നേരം ചെയ്യുന്ന ഒരു തെറ്റ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അതാണ് ഈ വീഡിയോയിൽ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കാന്ന് ഒന്ന് നോക്കാം. അതിന് ഞാനിപ്പോ ഇതിന്റെ ക്യാമറയിലെടുത്ത ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. വലിയ വീഡിയോ അന്നേരം കുറച്ച് സമയം എടുക്കല്ലോ. ജസ്റ്റ് കാണിച്ചിട്ട് ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ സെൻഡ് ചെയ്യാം. ഈ വീഡിയോ ഞാൻ എടുക്കുക. വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ എടുക്കുക. ഷെയർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഡ്രൈവിന്റെ ഐക്കൺ കാണും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ ഡ്രൈവ് പെർമിഷൻ കൊടുക്കണം, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് അക്കൗണ്ടിലാണോ ഇത് സേവ് ആവേണ്ടി ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ ഇതിന്റെ പേര് നമുക്ക് മാറ്റാം. അപ്പം പേര് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. പേര് മാറ്റൽ വിഷയമല്ല. ഇവിടെ നമ്മുടെ ഫോണിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഏത് അക്കൗണ്ട് ആണെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആവശ്യമുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ അപ്ലോഡ് ആവും. അപ്ലോഡ് ആകുന്ന അതിന്റെ പ്രോസസ്സ് ഇവിടെ നമുക്ക് കാണാം. അപ്ലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് എന്ന് നമുക്കിത് തുറക്കാം. അത് അപ്ലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനി നമ്മളെ ഫോണിലുള്ള ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് കേട്ടോ ഗൂഗിൾ ഡ്രൈവ്. കളറിൽ ഇങ്ങനെ ത്രികോണത്തിലുള്ള പല കളറിൽ ത്രികോണത്തിലുള്ള ഒരു ഐക്കൺ കാണാം. അതെല്ലാ ഫോണിലും ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ആ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ഫോൾഡർ ഈ ഡ്രൈവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ഏത് പേരാണോ അതിന് കൊടുത്തത് അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ആ വീഡിയോ എടുത്ത് ഓപ്പൺ ആക്കി. ഇനി നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്യുന്നേരം സാധാരണ ആൾക്കാർ എന്താ ചെയ്യുക? ഇതിന്റെ ഷെയർ ഓപ്ഷൻ എടുക്കും. മേലെ 3 കുത്തിലും ഒരു കുത്ത് കൊടുത്താൽ കോപ്പി ലിങ്ക് എന്ന് കാണും. ഈ കോപ്പി ലിങ്ക് എടുത്താൽ നമുക്കത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആർക്കാണോ നമുക്കിത് അയക്കേണ്ടി അവർക്ക് ഒന്ന് അയക്കുക. ഞാനതിവിടെ പേസ്റ്റ് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്ത്. ഇനി ഇത് കിട്ടുന്ന ആൾക്ക് എങ്ങനെ ഇത് കിട്ടുക നോക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന ഞാൻ ഈ ഫോണിൽ നിന്ന് തന്നെ മറ്റൊരു അക്കൗണ്ട് കൂടെ ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഓപ്പൺ ചെയ്ത് ഡ്രൈവ് സെലക്ട് ചെയ്താൽ നമ്മളെ ഫോണിലെ അക്കൗണ്ട് ഒക്കെ കാണിക്കും. ഞാൻ മറ്റൊരു അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാന്ന് എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചാണ് അൺഎബിൾ ടു ആക്സസ് ഡോക്യുമെന്റ്. കാരണം നമ്മൾ ഇതിന് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. 99% ആൾക്കാരും ഇങ്ങനെ അയച്ചു കൊടുക്കുക. അവർക്കിത് ഓപ്പൺ ആക്കാനാകില്ല. ഇനി നമുക്കിതെങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഓപ്പൺ ആക്കാനാകുന്ന രീതിയിൽ എങ്ങനെ അയച്ചു കൊടുക്കുക, അതിന്റെ പെർമിഷൻ എങ്ങനെ കൊടുക്കുക? നമുക്കൊന്നുകൂടി ഗൂഗിൾ ഡ്രൈവ് എടുക്കാം. ഗൂഗിൾ ഡ്രൈവ് എടുത്തിട്ട് മേലെ 3 കുത്തിൽ ഒന്നുകൂടി ഒരു കുത്ത് കൊടുക്കുക. ഇവിടെ മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഓൺലി പീപ്പിൾ ആഡഡ് ക്യാൻ ഓപ്പൺ വിത്ത് ദിസ് ലിങ്ക് എന്നുള്ള ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ റെസ്ട്രിക്റ്റഡ് എന്ന് ഉണ്ടാകാം ഡീഫാൾട്ടായിട്ട്. ഈ റെസ്ട്രിക്റ്റഡ് മാറ്റിയിട്ട് എഡിറ്റർ എന്നോ വ്യൂവർ എന്നോ കൊടുക്കുക. ഞാനിപ്പോൾ എഡിറ്റർ എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ലിങ്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കുക. വാട്സപ്പിൽ ആ ലിങ്ക് ഞാൻ നേരത്തെ കൊടുത്ത അതേ അക്കൗണ്ടിൽ ഒന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആയി. ഇനി ഇത് കിട്ടിയ ആൾക്ക് ഇവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിന്റെ കോപ്പി എടുക്കുക, എന്തും ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ ഈ പെർമിഷൻ കൊടുക്കാണ്ട് ഏത് ഫയല് എങ്ങനെ ഗൂഗിൾ ഡ്രൈവ് എന്ന് സെൻഡ് ചെയ്ത് കൊടുത്താലും അത് കിട്ടുന്ന ആൾക്ക് കാണാനും ആകുകയില്ല, ഡൗൺലോഡ് ചെയ്യാനും ആകുകയില്ല. സംഭവം തിരിഞ്ഞിക്കോ. നമുക്ക് ഇപ്പൊ ഒരു വീഡിയോ മാത്രമല്ല
അതെന്ത് ഫയലായാലും ഫോട്ടോ ആയാലും മറ്റു ഫയലുകളായാലും എന്തെന്നായാലും സെൻഡ് ചെയ്ത് കൊടുക്കുന്നേരം ഈ പെർമിഷൻ കൊടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞൊക്കെ തിരിഞ്ഞിക്ക് നിങ്ങൾക്ക് ആർക്കറിയാ, തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു അട്ടം തിരിയും എന്ന് പറഞ്ഞേക്ക് വണ്ടാരോ. ഏതായാലും ഗൂഗിൾ ഡ്രൈവിലുള്ള ഈ സംഭവം നിങ്ങൾക്ക് മുമ്പ് അറിയാനുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.